നമസ്കാരം. കോപ്പ അമേരിക്ക ഇന്ന് രാവിലത്തതോടുകൂടി സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നു. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങൾ ക്വാർട്ടർ ഫൈനലിലെ അവസാനത്തെ കളികളായിരുന്നു. അപ്പം ക്വാർട്ടർ ഫൈനലിലെ ടീം ഓഫ് ദി ഡേ, അതായത് ടീം ഓഫ് ദി മാച്ച് ഡേ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിലെ മൊത്തം മത്സരങ്ങളിൽ നിന്നുള്ളൊരു ബെസ്റ്റ് 11 ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കോൺമെബോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 2 അർജന്റീൻ താരങ്ങൾ, ഒരു ബ്രസീലിയൻ താരം. പക്ഷെ ആധിപത്യം ഉള്ളത് കൊളംബിയക്കാണ്. കൂടുതൽ താരങ്ങൾ അവരുടെ നിരയിൽ നിന്നാണ്. 3 പേര് കൊളംബിയയിൽ നിന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുന്നു ആ ഒരു ടീം ഓഫ് ദി മാച്ച് ഡേ അല്ലെങ്കിൽ ടീം ഓഫ് ദി ക്വാർട്ടർ ഫൈനൽ എങ്ങനെയാണ് എന്നുള്ളത്. ഗോൾ കീപ്പറായിട്ട് അർജന്റീൻ താരം എമി മാർട്ടിനസ് ആണ്. അദ്ദേഹത്തെ കൂടാതെ സെൻറ്റർ ബാക്കായിട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്. അപ്പം അർജന്റീനയിൽ നിന്ന് ആ 2 പേരാണുള്ളത്. പിന്നെ മറ്റൊരു സെൻറ്റർ ബാക്ക് കൊളംബിയയുടെ താരമാണ്, സാഞ്ചസ് വരുന്നു. അതുപോലെ ഇക്വഡോറിൻ്റെ താരം ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുണ്ട്, ഹിൻകാപ്പി ലെഫ്റ്റ് ബാക്കായിട്ട് വരുമ്പോൾ റൈറ്റ് ബാക്കായിട്ട് അഴമ്പുഴുവാണ്, വെനിസുലയുടെ അഴമ്പുഴു വരുന്നു. പിന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ കൊളംബിയയുടെ ഹാമിസ് റോഡ്രിഗസ് ഉണ്ട്, ഉറുഗ്വായുടെ മാനുവൽ ഉഗാർട്ട വരുന്നു, കൊളംബിയയുടെ തന്നെ റിയോസും വരുന്നു. അതാണ് മധ്യനിര. മുന്നേറ്റ നിരയിൽ കാനഡയുടെ ഷഫൽബർഗ് ഉണ്ട്, ഒപ്പം വെനിസുലയുടെ റോണ്ടോൺ ഉണ്ട്, ബ്രസീലിൻ്റെ റാഫീഞ്ഞയുണ്ട് ബ്രസീലിൽ നിന്ന്. അപ്പോൾ ഒരേ ഒരു താരമാണ് വരുന്നത്, റാഫീഞ്ഞ. അർജന്റീനയിൽ നിന്ന് 2 താരങ്ങൾ. അതേസമയം ഹാമിസ് റോഡ്രിഗസും സാഞ്ചസും കൂടാതെ തന്നെ റിയോസും വരുമ്പോൾ 3 താരങ്ങളാണ് ഇപ്പോൾ കൊളംബിയയിൽ നിന്നുള്ളത്. എന്നാൽ വെനിസ്വലയിൽ നിന്ന് റോണ്ടോൺ ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റൊരു വെനിസ്വലൻ താരം അഴമ്പുഴവും ഇടം പിടിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.